ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആവശ്യമായ ബീഫ് പീസുകൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല പൗഡർ, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ചതച്ചത് എന്നിവ ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്യുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തിരുമ്മിയതിന് ശേഷം കുക്കർ മൂടി നമുക്ക് ബീഫ് വേവിക്കാൻ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാവുന്നതാണ്. കറിക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ചതച്ചത് എന്നിവ ഒക്കെ എടുത്ത് വെക്കാവുന്നതാണ്. ശേഷം കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാനിൽ ഉള്ളി, വലിയുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റാവുന്നതാണ്. വലിയുള്ളി നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയിട്ട് വഴറ്റാവുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല പൗഡർ എന്നിവ കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാവുന്നതാണ്. ശേഷം 2 തക്കാളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാവുന്നതാണ്. എല്ലാം നല്ലപോലെ വഴലാൻ വേണ്ടി നമുക്ക് പാൻ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ശേഷം വേവിച്ച ബീഫ് പീസുകൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം കുക്കറിൽ അല്പം വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാവുന്നതാണ്. നല്ലപോലെ തിളച്ച് വന്നാൽ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് വെക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ടേസ്റ്റി ബീഫ് കറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊറാട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. താങ്ക് യു.